കാണുന്നുണ്ട്. 10 മിനിറ്റ് വരെ സംസാരിക്കല്ലേ, അത് അരമണിക്കൂറൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അത് ശരിയാണ്, കാര്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഈ കസ്റ്റമർ കെയർ വിളിച്ച പെണ്ണിനെ എനിക്കറിയില്ല. അതിനൊരു 10 പൈസയുടെ മുട്ടായിയോ എന്തോന്നും ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല. അത് ഞാനോട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിന്റെ വിളിയും പറിച്ചില്ല, ആ മുത്തുമണി വഴി നമുക്കുള്ള സംസാരം അതോ സാറിന് ഏത് പാട്ടാ വേണ്ടേ, സാറിന് ഞങ്ങൾ ഓഫറുണ്ട്, ഇത് കേട്ടോണ്ട് എനിക്ക് മാറാലും കേട്ടോണ്ട് നിന്ന് പോകും. അതേസമയം എന്താ ചെലവിന് കൊടുത്ത് ഒരുത്തെ വിളിച്ചോണ്ട് വന്ന് പറയണ കേട്ടിട്ടുണ്ട നിങ്ങൾ എവിടെ നിൽക്കണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നോണ്ട് ഒരു 10 മിനിറ്റ് ഇത് കേൾക്കുമ്പോൾ കേട്ടോണ്ട് നിന്ന് പോകത്തില്ലേ? അല്ല, സതീശന്റെ ഭാഗത്ത് ശരിയുണ്ട്. സംശയമുണ്ട്, എനിക്ക് ഇയാളെ സംശയമുണ്ട്. എനിക്ക് ഇയാളുടെ കൂടെ ഇനി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 7 മണിക്ക് നേരത്തെ വരുവാണെന്ന് കൂട്ടിക്കോ, 7 മണി മുതൽ 8 മണി വരെ പുള്ളി വാഴത്തോപ്പില്ല. വാഴത്തോപ്പിലൊക്കെ എന്തിനാ സതീശ പോണേ? മൊബൈല് വാട്സപ്പ് ആണ് അവൾ ഉദ്ദേശിക്കുന്നത്. അവളെ സംസ്കാരം ഇതാ ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഉപദ്രവിക്കാറുണ്ടോ? മദ്യപിച്ചിട്ട് ഉപദ്രവിക്കാറുണ്ടോ? നന്നായിട്ട് ഉപദ്രവിക്കും. ഉപദ്രവിക്കുവോ? ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു ഒരു ദിവസം. ടി വി കണ്ടെടുത്തപ്പോ വന്നു, സീരിയലല്ലേ കാണുന്നത്, നമുക്ക് ശ്രദ്ധ അതിലാണോ കൊടുക്കേണ്ടത് ഇവിടെയാണോ കൊടുക്കേണ്ടത്? ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചന്ദനം വഴിയും പരസ്പരവും കഴിയാതെ എനിക്ക് ചോറില്ല, എന്തൊരു ഭർത്താവാ ഞാനിത്. അതെ സതീശ, ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, അവര് ഗാർഹിക പീഡനത്തിന് വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്താലുണ്ടല്ലോ, സതീശന് അകത്ത് കിടക്കും. എന്നിട്ട് വന്ന് നേരെ അകത്തോട്ട് കയറി എന്തോ ചോദിച്ചു, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. റിമോട്ട് എടുത്ത് ഒരു ഒറ്റ എറിയതാ എന്റെ ഇവിടെ. നോക്ക് മാഡം, കണ്ടോ തെളിത്തിരിക്കോ? കണ്ടു നോക്ക് സാറേ, കണ്ടോ തെളിത്തിരിക്കോ ഇവിടെ? ഇന്നലെ എടുത്ത് എറിഞ്ഞതാ റിമോട്ട് എടുത്ത്. ആ റിമോട്ട് എറിഞ്ഞ വഴിക്ക് ഇവിടെ മൂട്ടിലെങ്ങാനും ചെന്ന് കൊണ്ടിരിക്കുകയുള്ള അവസ്ഥ ഇതുകൊണ്ടാ ഞാൻ പറയുന്നത്, എനിക്കിതൊന്നും നിങ്ങൾ അതെല്ലാം കണ്ടിട്ടുള്ളൂ, നിങ്ങൾ ഇത് കാണണം. നിങ്ങൾ ഇത് കാണണം, മനസ്സിലായോ? ഈ പാടൊന്നും കാണുന്നില്ലേ? ഈ പാടുന്നത് എന്റെ ദൈവത്തിനാണ് സത്യം, അമ്മയാണ് സത്യം. ചട്ടകം പഠിപ്പിച്ചു വെച്ചാൽ ഈ പാടും കല്ലിലെറിഞ്ഞ ഈ പാടും അല്ലാണ്ട് വേറൊന്നുമില്ല. ഞാൻ പറയാം, ആ പുറവിൽ കാണുന്ന വലിയൊരു മുറിവുണ്ടോ, അതെന്റെ കുഴപ്പമല്ല, അത് കെട്ടിടത്തിന്റെ മേളിൽ താഴെ വീണപ്പുണ്ടായ കുഴപ്പമോ അതറിയാം. അത് പറയുമ്പോ എനിക്ക് പറയാനുണ്ട്, ലോകത്ത് നിങ്ങളൊരു ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നിങ്ങൾക്ക് കെട്ടിടം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ മേളിൽ കയറിയപ്പോ പായല് കാരണം എന്റെ കാലൊന്ന് തെറ്റി ഞാൻ താഴെ വീണു. ഒരു 2 മാസം കാലൊടിഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കുക. അപ്പൊ നമ്മളിങ്ങനെ കിടക്കുമ്പോ നമ്മളെ വീടിന്റെ ഞാൻ കിടക്കുന്ന കട്ടിലോട് ചേർന്നാണ് കണ്ണാടി. ഇപ്പൊ നമ്മളിവിടെ കാലൊടിഞ്ഞ് കിടക്കുന്നുണ്ട് വിചാരം വേണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഇവളങ്ങ് മേക്കപ്പാ, ആ ലിപ്സ്റ്റിക് ഇടിയില്, ആ കണ്ണെഴുതല്, അല്ലെങ്കിൽ ചേട്ടൻ കിടക്കണം വയ്യ അയ്യേ ആ ഒരു വിചാരം. അപ്പൊ ഞാൻ കൈ കിടക്കുന്ന തൊട്ടിയോ കിണ്ടിയോ എടുത്ത് എറിയും, അത് സ്വാഭാവികം. ഭർത്താവിന് ഒരു വീഴ്ച വരുമ്പോ ഭാര്യ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? സാർമാര് മനസ്സിലാക്കണം, അന്തസ്സുള്ള ഒരു തറവാട്ടിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ. അല്ല, എന്റെ അമ്മയും അച്ഛനും എന്നെ കുറെ കാര്യങ്ങൾ ഒരേ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന് എന്തെങ്കിലും വീഴ്ച പറ്റിയ ഭാര്യ വേണം മേക്കപ്പ് ചെയ്യാനെന്ന്. ഞാൻ ആ 15 ദിവസവും ചന്തയിൽ പോകുമ്പോൾ മേക്കപ്പ് ഇട്ടോണ്ടാ പോയത്, കാലി വെച്ചുകൊണ്ടോ, അറിയാമോ? സതീശനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ പണി കഴിഞ്ഞിട്ട് വന്നു, ഒരു ഗ്ലാസ് വെള്ളം എറി എടുത്ത് തരത്തില്ല. പണി കഴിഞ്ഞിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ തീർച്ചയായിട്ടും ലക്ഷ്മി ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അങ്ങനെ അധ്വാനിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ആ പണി കഴിഞ്ഞ് വരുമ്പോ ഇത്തിരി വെള്ളം എടുത്തു കൊടുത്താൽ എന്താ കുഴപ്പം? പണി കഴിഞ്ഞ് വരുന്ന സമയത്തെ ഒരു പൈന്റുമായിട്ടാ വരുന്നത്, അതിന് ഒഴിക്കാനുള്ള വെള്ളം എന്നോട് എടുത്ത് കൊടുക്കണോ? അത് വേണ്ട, അതുകൂടെ എടുത്ത് കൊടുക്കാം. മിക്ക ദിവസങ്ങളിലും രാത്രി അത് പുറത്ത് പറയാൻ പറ്റത്തില്ലതാ. അതല്ല മിക്ക ദിവസങ്ങളിലും രാത്രി ഞാൻ കണ്ണീര് പിടിച്ച് അങ്ങനെ ഉറങ്ങുന്നത്. സതീശ, അത് തെറ്റാണ്. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യമാരെ കണ്ണീര് കുടിപ്പിക്കുന്നത് തെറ്റാണ്. അവിടെ കണ്ണീര് കുടിക്കുന്നത് ഞാൻ കള്ളു കുടിക്കുന്നുണ്ടല്ലോ, ഒരാൾ മാത്രം കുടിക്കുന്ന ദിവസമൊന്നുമല്ലോ. അതല്ല, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്നാ പറഞ്ഞു? ഞങ്ങൾക്ക് 3 പിള്ളേര്. 3 പിള്ളേര്? 3 പെൺപിള്ളേരാണ്. 3 പെൺപിള്ളേരാ. പിള്ളേര് വന്നിട്ടുണ്ടോ? പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എന്താന്ന് പറഞ്ഞാലും കുട്ടികളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അല്ല, പിള്ളേരെ വിളിക്കും, കുട്ടികളെ ഞാൻ വിട്ടുകൊടുക്കില്ല. നമുക്കറിയാം, ആൺകുട്ടി ആഗ്രഹമായിരുന്നു, പക്ഷെ പെൺകുട്ടി 3 പേര് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കും. കുട്ടികളെ ഒരു തീരുമാനം എത്താം. അപ്പൊ അച്ഛന്റെ കൂടെ 2 കുട്ടികൾ പോട്ടെ, അമ്മയുടെ കൂടെ 1 കുട്ടിയും പോട്ടെ. അത് പറ്റത്തില്ല, എന്താണ് അങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം ഞാൻ നൊന്ത് പ്രസവിച്ച പിള്ളേരാണ്, 3 പിള്ളേരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. അത് എനിക്ക് ഞാൻ സുപ്രീം കോടതി വരെ പോകും. വേറെ തീരുമാനം പറയാം. എന്താ? 1 വർഷം നിങ്ങൾ സന്തോഷമായിട്ട് ഒന്നുകൂടെ ജീവിക്കും. അപ്പൊ 1 കുട്ടിയോട് ഉണ്ടാവില്ല, അപ്പൊ 2 വെച്ചെടുക്കാമല്ലോ. ഐഡിയ പറഞ്ഞോണ്ട് വന്നേക്കുന്നു. അല്ല, അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കുട്ടിയെ വിളിച്ച് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. കുട്ടികളെ വിളിക്കും. മക്കളെ കയറി വരും. നല്ല തങ്കക്കുടം പോലത്തെ പിള്ളേര്.
ഇങ്ങോട്ട് കയറി മോളെ. മോളുടെ പേരെന്താ? അമ്മു. എത്രയാ പഠിക്കുന്നത്? 8ാം ക്ലാസ്. 8ാം ക്ലാസ്. അച്ഛനും അമ്മയായിട്ടുള്ള വഴക്കുകളൊക്കെ കാണാറുണ്ടോ? ആ. കാണാറുണ്ട്. മോക്ക് അച്ഛൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടം, അമ്മയുടെ കൂടെ പോകാനാണ് ഇഷ്ടം? ഞങ്ങൾക്ക് അച്ഛമ്മയുടെ കൂടെ പോകാനാ ഇഷ്ടം. അച്ഛൻ്റെ അമ്മ അതെന്താ? അച്ഛമ്മ ഞങ്ങൾക്ക് ഇന്നും പലഹാരം വാങ്ങിച്ചു. പലഹാരം മേടിച്ചു തരും. അല്ല മോളെ അതല്ല ചോദിച്ചേ, അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ മോക്ക്? കരയല്ലേ മോളെ, കരയല്ലേ? വിട്ടുതരുന്നില്ല, ഞാൻ പോവും. അവിടെ മക്കളങ്ങോട്ട് പോകും, മക്കളങ്ങോട്ട് പോകും, മക്കളങ്ങോട്ട് പോകും. ഇരി അവിടെ ഇരി. അകത്ത് വരുന്ന മക്കളെ. ചങ്ക പൊടിയോ എനിക്ക്. എന്തായാലും തീരുമാനം എടുക്കുന്നത്? ഇല്ല, എന്തായാലും നിങ്ങൾ ഇനി എന്താ തീരുമാനിച്ചാലും കുട്ടികളെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ബന്ധം ഞാൻ ഒരുപാട് അടുത്ത് പറഞ്ഞതാ. എന്നാ ഒരു തീരുമാനം കൂടെ എടുക്കാം. ഒരു 5 മിനിറ്റ് ഞങ്ങൾ തരും. ഈ 5 മിനിറ്റിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സ്നേഹം കൊണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയുടെ പ്രശ്നങ്ങളാണ്. ഒരു 5 മിനിറ്റ് പരസ്പരം നിങ്ങളിന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. ആ പിള്ളേരുടെ ഭാവിയെങ്കിലും ആലോചിക്കും. 5 മിനിറ്റ് നിങ്ങൾക്കൊരു സമയം, അതിനുള്ളിൽ നമുക്കൊരു റിസൾട്ട് കിട്ടണം. ഓക്കെ വാ. പിന്നെ കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോയാലും വേറെ കല്യാണം കഴിക്കണം. ആ കുഞ്ഞിന് എന്റെ പേര് വെക്കണം കേട്ടോ. ലക്ഷ്മിക്കുട്ടിന്ന് ആർക്കൊഞ്ച് ഇട്ടിട്ട് വേണം അവൻ വളർന്നു വരുമ്പോ കവാലം പോലെ എനിക്ക് തരാൻ. കൊള്ളാടി അവിടെ ഇതിന്റെ ചിന്ത ഒത്തും പറ്റി. ഇനി പറ്റരുത്. ഇനി എന്നേക്കായി സൗന്ദര്യമുള്ള ഒരാളെ കെട്ടണം. റിസ്ക് ആണെന്ന് എനിക്കറിയാം. എങ്കിലും കണ്ടുപിടിച്ച് സന്തോഷം നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കണം. സമയം കിട്ടുമ്പോ മിസ് കോൾ അടിക്കണം കേട്ടോ. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. എന്നെക്കാൾ നല്ലൊരാളെ ചേട്ടന് കിട്ടുമ്പോ ചേട്ടൻ വളരെ സന്തോഷമായിട്ടൊക്കെ നടക്കും. പക്ഷെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയാലും നമ്മളെ കോഴികളെയും താറാവിനെയൊന്നും എടുക്കാൻ മറക്കല്ലേ. പശുവിന് വെള്ളം കൊടുക്കണം, രാത്രി വിളക്ക് ചേച്ച് മണിക്ക് വെക്കണം, ഇതെല്ലാം പണികളെല്ലാം ചെയ്യണം കേട്ടോ. ഞാനില്ലെന്ന് പറഞ്ഞാൽ അതിന് കുറവ് വരുത്തല്ലേ ഏട്ടാ. ഇത്രയും പണികൾ ഞാൻ ചെയ്യുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇതിന്റെ വിട്ടുകൊടുക്കുന്നത്? ഞാൻ ഒന്നും കൂടെ ചോദിക്കുക, എന്താ നമുക്ക് പിരിയാതിരുന്നൂടെ? വേണ്ട ഏട്ടാ, വേണ്ട. അയ്യോ വേണ്ട. ഒരവസരം വന്നാൽ എന്നിലെ സ്നേഹം കാണിക്കാൻ, എന്നുള്ളിലെ സ്നേഹങ്ങൾ മുഴുവൻ നിന്നെ അറിയിക്കാൻ. കീറി മുറിച്ച് നെഞ്ചു വിളർത്തി കാണണമോ എൻ സ്നേഹം? അലറി വിളിച്ച് നാലാൾ കേൾക്കെ പറയണമോ എൻ സ്നേഹം? ഈ ദേഹം മുഴുവൻ ഒളിച്ചെഴുതി അറിയിക്കണമോ? അയ്യോ എന്ത് പറ്റി? അയ്യോ എന്താ എന്ത് പറ്റി? എന്ത് പറ്റി? മോഹം കെട്ട് വീണ് മൂക്കിന് വല്ല ഇടിച്ചോ? ആവശ്യമില്ലാന്ന് പറയുന്നത്. മൂക്കിനടിച്ച് ആര് മൂക്കിനടിച്ചെന്ന് എണ്ണിപ്പിച്ച് എന്താ സതീശയെ കാണിച്ചേ? ഇതിനാണ് നിങ്ങൾ ഡോക്ടറല്ലേ? എനിക്ക് എന്താ പറ്റി? എന്താ പറ്റി? ഞാൻ ഇവിടെ മൂക്കിന് ഇടിച്ചിട്ട് ആരിടിച്ചെന്നാ ഇവരുടേത്? ഒറ്റ ഇടിക്കാൻ താഴെ ഇട്ട് സതീശ, ഇത് നിങ്ങളുടെ വീടല്ല, മനസ്സിലായില്ലേ? നമ്മൾ ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും. ഞാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? ഞാൻ അവളോട് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വെച്ചത്. ഇനിയിപ്പോ എല്ലാ കേസും കിട്ടുന്ന എന്റെ തലയിൽ അവർക്ക് എന്തെങ്കിലും പോറൽ പറ്റി എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? ഒരു പക്ഷേ കുറച്ച് ആൾ എനിക്ക് വെച്ച് വിളമ്പി തന്ന, അതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമം ഉണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെ പിരിയാനൊക്കെ തീരുമാനിച്ചു നിങ്ങൾ? പിരിയാനുള്ള തീരുമാനമായി. അപ്പൊ എന്റെ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. എന്താ സംഭവിച്ചെന്താ? ആ സ്ത്രീയുടെ ഹസ്ബൻഡ് അല്ലേ സതീശൻ? സതീശൻ, താങ്കൾ വീണ്ടും ഒരച്ഛനാകാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ്. പ്രശ്നം കീരിയാണല്ലേ? കീരിയും പാമ്പും. സതീശ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റാ ഇനി വരാൻ പോകുന്നത്. അതറിയോ? സതീശൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇതൊരു ആൺകുഞ്ഞായിരിക്കാനാണ് സാധ്യത. ഇനിയിപ്പോ സന്തോഷമായിട്ട് ജീവിക്കണം. പോണാടുന്നു ചൂടടിച്ചെടുത്തപ്പോ ചൂടടിച്ചങ്ങ് വലിയ അങ്ങ് പോടുന്നു. അറിയാലോ, പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ കാമുകിമാർക്ക് വേണ്ടി കാമുമാർ എന്തെല്ലാം ചെയ്യും. പക്ഷെ റിയൽ ലൈഫിലേക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം. അങ്ങനെ മുന്നോട്ട് പോയി വളരെ സന്തോഷത്തോടെ കഴിയണം. മോള് കയറി എല്ലാവരും അച്ഛനും അമ്മമാരോട് ജീവിക്കണം കേട്ടോ. സന്തോഷമായിട്ട് കൈയോട് കൂടെ മകളെ സന്തോഷം.
സന്തോഷമായി കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സന്തോഷമായ സ്ഥിതിക്ക് നാളെ തന്നെ അതേ സ്കാൻ ചെയ്യാൻ പോണം കേട്ടോ. തീർച്ചയായിട്ടും നാളെ തന്നെ സ്കാൻ ചെയ്ത് ഇത് ആൺകുട്ടി തന്നെ ആയിരിക്കും സ്കാൻ ചെയ്യേണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഷേർലി ചേച്ചിയെ വിളിച്ച് പറയാം. ഷേർലി ചേച്ചി രമേശ് ചേട്ടനോട് പറഞ്ഞാൽ നമുക്ക് രമേശ് ചേട്ടൻ പോകുന്ന ഒരു ഇത് പറഞ്ഞില്ല, സ്കാനിങ് സെന്റർ, അവിടെ പോയേക്കാം. എന്റെ ദൈവമേ, വീണ്ടും ഇതിന്റെ അടുക്ക് രമേശ് ചേട്ടൻ. നിനക്ക് ഈ രമേശ് ചേട്ടന്റെ മിടുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലേ? രമേശ് ചേട്ടൻ മിടുക്കൻ തന്നെ. മിടുക്കനാ? എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ രമേശിന് എത്ര പിള്ളേരുണ്ടടി? 2 പിള്ളേര്. നമുക്കോ? നമുക്കിപ്പോ ഇതും കൂട്ടി 4 പിള്ളേര്. ഇനി പറ, രമേശിനാണോ മിടുക്കൻ, ഞാനാണോ മിടുക്കൻ? പറ. കുടുംബ ബന്ധങ്ങളെ ആസ്പദമാക്കി ചെറിയ സമയം കൊണ്ട് DRA ഭാരവാഹികൾ അവതരിപ്പിച്ച നാടകമാണ് നിങ്ങൾ കണ്ടത്. എല്ലാവരും ഒരു നല്ലൊരു കയ്യടി കൊടുക്കുക. നമ്മൾ ഈ നാടകത്തിൽ കണ്ടു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ആലമൂടനെയും കുതിരട്ടം പപ്പൂനെയും ഒക്കെ കണ്ടു അല്ലേ? വൈഗ ആൻഡ് ശ്രിയ ഗ്രൂപ്പ് ഡാൻസ്. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలబనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి సోకులాడి స్వప్న సుందరి నీ మడత సూపు మా పటేల మల్లె పందిరి రచ్చరాజు గుండె ఊపిరి నీ పంక చూస్తే గుండెలోన డీరి డిరిడిరి నడుములోన తూటాలెట్టి తూపాకి పెంచినావే తింగరి చిట్టి మగ జాతి నట్ట మడత పెట్టి ఆ కుర్చీని మాట్లాడబెట్టి దానికేమో మేకలిస్తివి మరి నాకేమో సన్న బియ్యం నువ్వు కలిస్తివి మేకలేమో మందలుగా పెరిగిపాయ నాకిచ్చిన నూకలేమో ఒక్క పూట కరిగిపాయ ఆడపచ్చరాళ్ళ చూకాలిస్తివి మరి నాకేమో చుక్కగండతో కలిస్తివి నాని చెవిలో చూకాలేమో తగా మెరిసిపాయ నాకు పెట్టిన కోకలేమో పీలికలై సిరిగిపాయ ఏం రసిక రాజు హో మరి నా దాసు బాబా నీతో ఎప్పుడింత కిరికిరి ఏం రసిక రాజు హో మరి నా దాసు బాబా నీతో ఎప్పుడింత కిరికిరి ఆ కుర్చీని మాట్లాడబెట్టి సోకులాడి స్వప్న సుందరి మా పటేల మల్లె పందిరి రచ్చరాజు గుండె ఊపిరి గుండెలోన డీడి డిరిడి డిడి ఏందంతా చూస్తున్నా ఇక్కడ ఎవడ మాదిరి కాడే లిరికరై రాసుకోండి మాడతెట్టి పాడండి. ఆ కుర్చీని మాట్లాడబెట్టి Thank you, Vaiga and Sriya.
അടുത്തതൊരു നറുക്കെടുപ്പാണ്. ചന്ദ്രാട്ട ഒന്ന് വേദിയിലേക്ക് വരണം. ചന്ദ്രാട്ടൻ ഒന്ന് വേദിയിലേക്ക് വരണം. ഒന്ന് ആ ചന്ദ്രാട്ടന്റെ അടുത്തേക്ക് നാളെ ഒന്ന് പറഞ്ഞു കൊടുത്തു. ചന്ദ്രാട്ടൻ വേദിയിലേക്ക് ഒന്ന്. സമ്മാനങ്ങൾ ഇപ്പം കൊടുക്കും. പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇനി സമ്മാനങ്ങളൊക്കെ വരുന്നുണ്ട്. മുഴുവൻ മത്സരങ്ങളുടെയും സമ്മാനം ഇവിടെ വെച്ച് നൽകുന്നതാണ്. ഇപ്പോ ഒരു നറുക്കെടുപ്പാണ്. പങ്കെടുത്തവരുന്നുള്ള സമ്മാനത്തിന്റെ വീണ്ടും ഈ ഒരു സമ്മാനം ആർക്കാണെന്ന് നമുക്ക് നോക്കാം. ചന്ദ്രാട്ടൻ ഈ പെട്ടിയിൽ നിന്നും നല്ല കുലുക്കി ഇളക്കി നോക്കാതെ കണ്ണെല്ലാം പൂട്ടിയിട്ട് എടുത്തോ. ഐമി ജെയിംസ് 9986992648. ഐമി ജെയിംസ്. ഓക്കെ, താങ്ക് യു ചന്ദ്രേട്ട. രാജീവൻ ഉണ്ട് അവിടെ വേദിയിൽ. അവിടെ രാജീവൻ നമ്മുടെ ഇയാളെ ഭാരവാഹികളെല്ലാം പെട്ടെന്ന് വരണേ. സമ്മാനം കൊടുക്കേണ്ടതാണ്. പ്രസിഡന്റ്, ഭാരവാഹികളൊക്കെ എത്രയും പെട്ടെന്ന്. നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി സമ്മാനം കൊടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് വലിയ മെഗാ നറുക്കെടുപ്പ് കൂപ്പുണ്ട്. പങ്കെടുത്തവരിൽ നിന്നുള്ള സമ്മാനങ്ങൾ ഇവിടെ തീരുകയാണ്. അതിനുശേഷം വീണ്ടും പിന്നെ മെഗാ നറുക്കെടുപ്പുണ്ട്, കൂപ്പുണ്ട്. അതിന് നിരവധി സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കൊലുക്കിയിട്ടൊന്ന് നല്ല കണ്ണെല്ലാം പൂട്ടിയിട്ട് ഒരു നറുക്കെടുത്തോ. ആരാണ് ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് നമുക്ക് നോക്കാം. കണ്ണെല്ലാം പൂട്ടിയിട്ട് എടുത്തോ. അദ്വൈത് കെ, ഫോൺ നമ്പർ 9633639008. നാരായണീയം ഒറ്റപ്പിടിയുടെ അടുത്തുള്ള നാരായണീയം ഒറ്റപ്പിടിയുടെ അടുത്തുള്ള വീട് അദ്വൈത് അല്ലേ? ഓക്കെ, അപ്പൊ അദ്വൈതാണ് നമ്മുടെ സമ്മാനം നേടിയിട്ടുള്ളത്. കൊടുക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് രാജീവ്. ഒരു ഫോട്ടോ. എന്റെ ഫോണ് നിറഞ്ഞു. തവളച്ചാട്ടം LP ബോയ്സ് വിഭാഗം തവളച്ചാട്ട മത്സരത്തിലെ വിജയികൾ. ഒന്നാം സ്ഥാനം അഖിലേഷ്. തവളച്ചാട്ടം LP ബോയ്സ് വിഭാഗത്തിൽ അഖിലേഷ്. തവളച്ചാട്ടം LP ബോയ്സ് വിഭാഗം രണ്ടാം സ്ഥാനം അക്ഷത്. രണ്ടാം സ്ഥാനം അക്ഷത്. മൂന്നാം സ്ഥാനം ദേവജ്. LP ഗേൾസ് തവളച്ചാട്ടം നേതിക ശ്രീജിത്ത് ഒന്നാം സ്ഥാനം. നേതിക ശ്രീജിത്ത് LP ഗേൾസ് നേതിക ശ്രീജിത്ത് തവളച്ചാട്ടം ഒന്നാം സ്ഥാനം. നൈനിക ശ്രീജിത്ത് രണ്ടാം സ്ഥാനം. നൈനിക ശ്രീജിത്ത്. വൈഗ മൂന്നാം സ്ഥാനം. വൈഗ തവളച്ചാട്ടത്തിൽ LP ഗേൾസ് മൂന്നാം സ്ഥാനം. വൈഗ. UP ബോയ്സ് ഋത്വിക് രത്നേഷ് ഒന്നാം സ്ഥാനം. ഋത്വിക് രത്നേഷ്. രണ്ടാം സ്ഥാനം അമയ കൃഷ്ണ രണ്ടാം സ്ഥാനം. UP ബോയ്സ് തവളച്ചാട്ട മത്സരത്തിലെ വിജയാണ് അമയ കൃഷ്ണ. കുപ്പിയിൽ വെള്ളം നിറക്കൽ. മൂന്നാം സ്ഥാനം വന്നിട്ടില്ല കുട്ടി. മൂന്നാം സ്ഥാനം കുപ്പിയിൽ വെള്ളം നിറക്കൽ ഹയർ സെക്കൻഡറി അസ്ലിൻ മനോജ്. ഒന്നാം സ്ഥാനം അസ്ലിൻ മനോജ്. രണ്ടാം സ്ഥാനം ആരാധ്യ എൻ. രണ്ടാം സ്ഥാനം ആരാധ്യ എൻ. കുപ്പിയിൽ വെള്ളം നിറക്കൽ രണ്ടാം സ്ഥാനം ആരാധ്യ എൻ. മൂന്നാം സ്ഥാനം യദുനന്ദ. മൂന്നാം സ്ഥാനം യദുനന്ദ. LP ഗേൾസ് കുപ്പിയിൽ വെള്ളം നിറക്കൽ മീനാക്ഷി ഒന്നാം സ്ഥാനം. കുപ്പിയിൽ വെള്ളം നിറക്കൽ LP ഗേൾസ് വിഭാഗം മീനാക്ഷി.
വേഗ കൃഷ്ണ. രണ്ടാം സ്ഥാനം വേഗ കൃഷ്ണ. LP ഗേൾസ് കുപ്പിയിൽ വെള്ളം നിറക്കൽ വേഗ കൃഷ്ണ. മൂന്നാം സ്ഥാനം നൈനിക. മൂന്നാം സ്ഥാനം നൈനിക. LP ഗേൾസ് മൂന്നാം സ്ഥാനം നൈനിക. അവരാരെയും ബന്ധുക്കളുടെ വന്ന് വായിച്ചോ? UP ഗേൾസ് കുപ്പിയിൽ വെള്ളം നിറക്കൽ ഒന്നാം സ്ഥാനം അഷിക. രണ്ടാം സ്ഥാനം ദിൽജിത്ത്. കുപ്പിയിൽ വെള്ളം നിറക്കൽ UP ഗേൾസ് ദിൽജിത്ത്. UP ഗേൾസ് അതാരാ ഗേൾസിനെല്ലാം UP ഗേൾസ് ദിൽജിത്ത് വന്ന നിവേദ്. മൂന്നാം സ്ഥാനം നിവേദ്. ലെമൺ സ്പൂൺ റൈസ് ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം ദേവനന്ദ്. ഹൈസ്കൂൾ വിഭാഗം ലെമൺ സ്പൂൺ റൈസ് ഒന്നാം സ്ഥാനം ദേവനന്ദ്. രണ്ടാം സ്ഥാനം ആരാധ്യയൻ. ഹൈസ്കൂൾ വിഭാഗം ലെമൺ സ്പൂൺ റൈസ് രണ്ടാം സ്ഥാനം ആരാധ്യയൻ. മൂന്നാം സ്ഥാനം അസ്ലിൻ മനോജ്. മൂന്നാം സ്ഥാനം അസ്ലിൻ മനോജ്. ലെമൺ സ്പൂൺ റൈസ് ലെമൺ സ്പൂൺ റൈസ് ജെൻസ് ഒന്നാം സ്ഥാനം R അനിൽകുമാർ. R അനിൽകുമാർ ജെൻസ് ലെമൺ സ്പൂൺ റൈസ്. ലെമൺ സ്പൂൺ റൈസ് ജെൻസ് R അനിൽകുമാർ. നമ്മുടെ സെക്രട്ടറി ആണ് ഇതിന്റെ സമ്മാനം അർഹമായിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്തിന്. രണ്ടാം സ്ഥാനം ബിജു കെ. മൂന്നാം സ്ഥാനം ജോർജ് തയ്യൽ. എനിക്ക് വയ്യ. ലെമൺ സ്പൂൺ രണ്ടാം സ്ഥാനം ബിജു കെ. മൂന്നാം സ്ഥാനം നമ്മൾ ജോർജ് തയ്യൽ. നമ്മളെ പ്രസിഡന്റ് സമ്മാനം. എല്ലാരും ഒന്ന് കയ്യടിക്കണേ. ലെമൺ സ്പൂൺ റൈസ് ലേഡീസ് ബിൻസി ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം പ്രിനിഷ. മൂന്നാം സ്ഥാനം ഇമൻ ജെയിംസ്. ലെമൺ സ്പൂൺ ബോയ്സ് LP അഖിലേഷ്. ലെമൺ സ്പൂൺ ബോയ്സ് LP അഖിലേഷ്. രണ്ടാം സ്ഥാനം ദേവജ്. മൂന്നാം സ്ഥാനം അക്ഷിത്. LP ഗേൾസ് ലെമൺ സ്പൂൺ LP ഗേൾസ് ഒന്നാം സ്ഥാനം വൈഗ. രണ്ടാം സ്ഥാനം നേതിക. മൂന്നാം സ്ഥാനം നൈനിക. പ്രൈസ് വാങ്ങിച്ച എനിക്ക് വയ്യ. UP ജനറൽ വിഭാഗം ആഷിക. വരദ. രണ്ടാം സ്ഥാനം വരദ. ചാക്രൈസ് ലേഡീസ് ഒന്നാം സ്ഥാനം ദിയ പ്രഭാകർ. ചാക്രൈസ് ലേഡീസ് ഒന്നാം സ്ഥാനം ദിയ പ്രഭാകർ. രണ്ടാം സ്ഥാനം തൃഷ്ണ ജിതേഷ്. മൂന്നാം സ്ഥാനം ദിയാവി. ചാക്രൈസ് മൂന്നാം സ്ഥാനം ദിയാവി. ജെൻസ് ചാക്രൈസ് ജിതേഷ്. ഒന്നാം സ്ഥാനം ജിതേഷ്. രണ്ടാം സ്ഥാനം രത്നേഷ്. ചാക്രൈസ് ജെൻസ് രണ്ടാം സ്ഥാനം രത്നേഷ്. മൂന്നാം സ്ഥാനം അനീഷ്. ചാക്രൈസ് രണ്ടാം സ്ഥാനം രത്നേഷ്.
ചാക്രൈസ് ജെൻസ് മൂന്നാം സ്ഥാനം അനീഷ്. രത്നേഷ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം അനീഷ്. ഒന്നും കൂടി വാ. നേരത്തെ കൊടുത്തു എന്നാലും പൂക്കള മത്സരം. അത് ഇതിനകത്ത് സാധനം പൂക്കള മത്സരം. ചാക്രൈസ് LP ബോയ്സ് അക്ഷത്. LP ബോയ്സ് അക്ഷത് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം അഗ്നേഷ്. മൂന്നാം സ്ഥാനം രാഗിൻ. മൂന്നാം സ്ഥാനം രാഗിൻ. UP ബോയ്സ് ചാക്രൈസ്. ധ്രുപദ്. താങ്ക് യു ടീച്ചർ. ഒന്നാം സ്ഥാനം ധ്രുപദ്. UP ബോയ്സ്. ധ്രുപദ്. രണ്ടാം സ്ഥാനം ഋതിക്. മൂന്നാം സ്ഥാനം ദിൽജിത്ത്. ചാക്രൈസ് UP ബോയ്സ് ദിൽജിത്ത്. വരദ പ്രോത്സാഹന സമ്മാനമുണ്ട് വരദക്ക്. ചാക്രൈസ് വരദ പ്രോത്സാഹന സമ്മാനം. LP ഗേൾസ് ചാക്രൈസ്. LP ഗേൾസ് നേതിക ശ്രീജിത്ത്. രണ്ടാം സ്ഥാനം നൈനിക ശ്രീജിത്ത്. മീനാക്ഷി. മൂന്നാം സ്ഥാനം മീനാക്ഷി. ചാക്രൈസ് LP ഗേൾസ് മീനാക്ഷി. അൻഷിക പ്രോത്സാഹന സമ്മാനം അൻഷികക്ക്. ഒന്ന് കയ്യെല്ലാം മുട്ട്. നല്ല ചെറിയ കുട്ടികളല്ലോ. താങ്ക് യു. ഓർമ്മശക്തി മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗം നിവേദന ഒരു സമ്മാനം കൊടുക്കുകയാണ്. കലാപരിപാടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും നല്ല കൈയടി. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ഞാനും കളിച്ചു കൂടുന്നു കേട്ടോ. ഓക്കെ. അടുത്തതായി ഓർമ്മശക്തി മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ളതാണ്. ഹൈസ്കൂൾ വിഭാഗം സാധിക രതേഷ്. ഒന്നാം സ്ഥാനം സാധിക രത്നേഷ്. സാധിക രത്നേഷ്. രണ്ടാം സ്ഥാനം ദേവനന്ദ MV. ഓർമ്മശക്തി മത്സരത്തിൽ രണ്ടാം സ്ഥാനം ദേവനന്ദ MV. മൂന്നാം സ്ഥാനം രണ്ടുപേര് പങ്കിട്ടിട്ടുണ്ട്. ആരാധ്യ N, ഗൗതം ഗിരീഷ്. രണ്ടുപേര് പങ്കിട്ടതാണ്. ആരാധ്യ N, ഗൗതം ഗിരീഷ്. UP വിഭാഗം ഒന്നാം സ്ഥാനം അഭിജിത്ത് കൃഷ്ണ. ഓർമ്മശക്തി മത്സരത്തിലെ ഒന്നാം സ്ഥാനം UP വിഭാഗം ഒന്നാം സ്ഥാനം അഭിജിത്ത് കൃഷ്ണ. രണ്ടാം സ്ഥാനം നിവേദ്. മൂന്നാം സ്ഥാനം ഷരൂൺ. ഓർമ്മശക്തി മത്സരം LP വിഭാഗം മീനാക്ഷി ജീബു. രമ്യ. LP വിഭാഗം ഒന്നാം സ്ഥാനം മീനാക്ഷി ജീബു. രണ്ടാം സ്ഥാനം നൈനിക. രണ്ടുപേരുണ്ട് നേതിക. നൈനികയും നേതികയും. എഴുത്തേനി തിന്നല്ലേ. രണ്ടാം സ്ഥാനം രണ്ടാളും എഴുത്തേനിയും പങ്കിട്ടിരിക്കുന്നു. മൂന്നാം സ്ഥാനം ദേവജ് റോഷൻ. എല്ലാവരും ഒന്ന് കൈയടിക്കണേ. ചെറിയ കുട്ടികളുടെ ഓർമ്മശക്തി മത്സരത്തിൽ പങ്കെടുത്ത മൂന്നാം സ്ഥാനം ദേവജ് റോഷൻ. സുനിത ഒന്ന് വേദിയിലേക്ക്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കസേരക്കളിയുടെ സമ്മാനങ്ങളാണ്. ഒന്നാം സ്ഥാനം അഗ്നേഷ്.
രണ്ടാം സ്ഥാനം സാൻവി സാജു. മൂന്നാം സ്ഥാനം ഐന ഷിബു. കുട്ടികളുടെ കസേരക്കളിയിലെ സമ്മാന വിതരണമാണ്. താങ്ക് യു സുനിത. ലേഡീസ് ജലജ. ലേഡീസിലെ ഒന്നാം സ്ഥാനം ഷൈജ. രണ്ടാം സ്ഥാനം ദേവനന്ദ. കസാലക്കളിയിൽ രണ്ടാം സ്ഥാനം ദേവനന്ദ. മൂന്നാം സ്ഥാനം ഷീന. മൂന്നാം സ്ഥാനം ഷീന വിവി. ഇനി കലാപരിപാടി അവതരിപ്പിച്ചവർക്കുള്ള സമ്മാനമാണ്. നമ്മളെ കനകേശിനെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെ തന്നെ നീഹാരിക മാണിക്കോത്ത്. നീഹാരിക മാണിക്കോത്ത്. ബിൻസി അനൂപ് സിന്ധു പ്രസീതൻ. പ്രസീതൻ ബിൻസി. ഹൻസിക പി പി. നീഹാരിക മാണിക്കോത്ത്. ദേവദാസ്. ഓക്കെ, താങ്ക് യു. സജേന്ദ്രൻ. നേതിക നൈമിക. നേതിക നൈമിക. അഗ്നേഷ്. വൈഗ ശ്രിയ. വൈഗ ശ്രിയ. ജയലളിത. പരിപാടി അവതരിപ്പിച്ച് കുട്ടിയൊക്കെ ലായി തോന്നുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. അക്ഷിത വേദിയിലേക്ക് വരണം. അതുകൊണ്ട് ജലതക്ക്. ദേവൻശ്രീ വാ. പ്രോത്സാഹന സമ്മാനം നമ്മളെ മോക്ക് ഒരു ഡാൻസ് കളിച്ച കുട്ടി കൊടുത്തു. എല്ലാവരും കൈയടി. പൂക്കള മത്സരം, വാശിയേറിയ പൂക്കള മത്സരത്തിലെ വിജയികളെ വിളിക്കും. അതിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അനീഷ് കെ വാണിയങ്കണ്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പൂക്കള മത്സരത്തിലെ വിജയി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സിന്ധു പ്രസീതൻ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. സിന്ധു പ്രസീതൻ പൂക്കള മത്സരത്തിലെ ഒന്നാം വിജയി. രണ്ടാം സ്ഥാനം വന്ദന ടീച്ചർ. രണ്ടാം സ്ഥാനം രണ്ടുപേര്, വന്ദന ടീച്ചർ, ജലജ രാജീവൻ. വന്ദന ടീച്ചർ, ജലജ രാജീവൻ. വന്ദന ടീച്ചർ. മൂന്നാം സ്ഥാനം രേഷ്മ മനോജ്. പൂക്കള മത്സരം മൂന്നാം സ്ഥാനം രേഷ്മ മനോജ്. അനീഷാണ് പ്രോത്സാഹന സമ്മാനം. പൂക്കള മത്സരത്തിലെ പ്രോത്സാഹന സമ്മാനം അനീഷ് കെ വി. രണ്ടാം സ്ഥാനം കനക. പൂക്കള മത്സരത്തിലെ പ്രോത്സാഹന സമ്മാനം അനീഷ് കെ വി. രണ്ടാം സമ്മാനം കനക. മൂന്നാം സമ്മാനം ശ്യാമ ടീച്ചർ. മൂന്നാം സമ്മാനം ശ്യാമ ടീച്ചർ. അടുത്തത് പായസ മത്സരമാണ്. ഇയാളുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് തയ്യിൽ സമ്മാനദാനം നിർവഹിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പായസ മത്സരത്തിലെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ശോഭന ടീച്ചർ. ശോഭന ടീച്ചർ. രണ്ടാം സ്ഥാനം വിമല. ഇയാളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ വിമലയാണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം ജയലളിത, ഐമ ജെയിംസ്. രണ്ടുപേര് പങ്കിട്ടിരിക്കുന്നു.
ജയലളിത, ഐമ ജെയിംസ്. നമിത, പ്രോത്സാഹന സമ്മാനമുണ്ട്. നമിത. അടുത്തതായി ആവേശകരമായി നടന്ന തീറ്റ മത്സരത്തിലെ വിജയികളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിഗംഭീരമായ തീറ്റ മത്സരമായിരുന്നു. അതിന് സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ IRA പ്രസിഡന്റ് ശ്രീ ജോർജ് തയ്യിലാണ്. സമ്മാനത്തിന്റെ പേരുകൾ വിളിച്ചോളൂ. വനിതാ വിഭാഗം തീറ്റ മത്സരത്തില് 1ാം സ്ഥാനം വിനീത. രണ്ടാം സ്ഥാനം മിൻസി. 2ാം സ്ഥാനം മിൻസി. 2ാം സമ്മാനം മിൻസി. 3ാം സമ്മാനം ഷീബ. അല്ല, ഇവരെല്ലാം മത്സരിച്ചാ പിന്നെ പ്രൈസ് കിട്ടൂല അല്ലേ? 3ാം സമ്മാനം ഷീബ. ഷീബ. ജെൻസോ തീറ്റ മത്സരം ജെൻസ്. ടീച്ചറപ്പായി മാറി മത്സരിച്ചിരിക്കുന്നു. പുരുഷന്മാരുടെ തീറ്റ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് സജോഷ്. 1ാം സ്ഥാനം സജോഷ്. 2ാം സമ്മാനം അനീഷ്. 25 റോബസ്റ്റ പഴം തിന്ന് 1ാം സ്ഥാനം നേടിയ സജോഷ്. 2ാം സ്ഥാനം അനീഷ്. 3ാം സ്ഥാനം രാജീവൻ. 3ാം സ്ഥാനം രാജീവൻ. ഓ, വേദി തന്നെയുണ്ട്. ഓക്കെ, ആയോ? അല്ലോ സമ്മാനങ്ങൾ എല്ലാം റെഡി. അപ്പൊ ഇനി നറുക്കെടുപ്പ് അല്ലേ? ഇനിയാണ് കാര്യമായ നറുക്കെടുപ്പ്. നമ്മുടെ സമ്മാന കൂപ്പൺ മത്സരത്തിന്റെ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പാണ്. നമ്മുടെ ബമ്പർ പ്രൈസ് ഉള്ള നല്ല സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുള്ള അതിന്റെ നമ്പർ ഒക്കെ ഇടാനാ പോകുന്നത്. ലാസ്റ്റ് മുറിച്ച ബുക്കിന്റെ നമ്പറിലിട്ടാ സജ വന്ന ലാസ്റ്റ് മുറിച്ച ഉണ്ട്. നിയാപ്പി നാടകത്തിൽ അഭിനയിച്ച നിയാപ്പിക്ക് ഒരു സമ്മാനമുണ്ട്. പരിപാടിയിൽ അവതരിപ്പിച്ച കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ബാക്കി കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡ്രാമയിൽ അഭിനയിച്ച വിമല വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ചെറിയൊരു സമ്മാനം. പ്രകാശൻ. പ്രകാശൻ നാടകക്കാരുടെ പൗഡറാ കൊടുക്കുന്നത്. കാരണം മേക്കപ്പ് ഉണ്ട് അല്ലേ? ഓക്കെ. ദിവാകരേട്ട. സൂര്യ. രാജു ഈറപ്ലാക്കൻ. പിന്നെ KV. ഹനീഷ് കെ വാണിയങ്കണ്ടി. ജോർജ് തയ്യിൽ. ഓക്കെ, അല്ല അല്ലാറായില്ല അല്ല. ഇനി നറുക്കെടുപ്പാണ്. രണ്ട് കുട്ടിയൊക്കെ ഉണ്ട് അല്ലേ? അവർക്ക് പറ്റിയ സാധനമുണ്ട്. അപ്പോ നമ്മുടെ ഏറ്റവും മഹത്തായ ഓണാഘോഷ പരിപാടിയുടെ സമാപനത്തിന്റെ ഭാഗമായി നമ്മുടെ സമ്മാന കൂപ്പൺ നറുക്കെടുക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നല്ല ഗംഭീര സമ്മാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യ നറുക്കെടുക്കുന്നതിന് വേണ്ടി ഒരു കുട്ടിയെ ക്ഷണിക്കുക. നമ്മുടെ ആരെങ്കിലും ഒരാൾ കുട്ടി ആർക്കും വരാം.
ആർക്കും വരാം സ്റ്റേജിലേക്ക് വരൂ. നറുക്കെടുക്കാൻ ആദ്യം വരുന്ന കുട്ടിയാത് അത്. ഓക്കെ, താങ്ക് യു. നല്ല നടക്കിയെടുക്കണം. ഇതാണ് ഒന്നാം സമ്മാനം കേട്ടാ, വാഷിംഗ് മെഷീൻ. ഓ, എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നോക്കണ്ട, വിളക്കിയെടുത്തോ. അത് തന്നെ നമ്പർ, അത് തന്നെ. ഇതാ ആ ബുക്കിംഗ് എടുത്തേ. 311 അതാണ് ഒന്നാം സ്ഥാനം നേടിയ. ആ ബുക്ക് എടുക്ക്. 311 7 ബുക്ക് നമ്പർ 7 ആയിരിക്കും. അല്ലേ 50 എല്ലാ ബുക്കും ഇവിടെ എടുത്തു വെച്ചേ. 311 രസ്ന പുത്തൻ വീട് അല്ലേ? പുത്തൻ വീട്. ഫോൺ നമ്പർ ഒന്ന് വായിച്ചേ. പുത്തൻ വീട് 8089430471. രസ്ന പുത്തൻ വീട്. ഇവിടെ ഉണ്ടോ? ആരാ? നിങ്ങളെ വീട്ടിലടിച്ച രസിനി അതാരാ? ഏച്ചീന്റെ മോളാ? ഓക്കെ. ഇത് മുറിക്കരുത്, ഇത് നമ്മളെ പൈസന്റെ അല്ല. സ്റ്റേജിലേക്ക് അഭിനന്ദിച്ചിട്ട് നമ്മള് അതിന്റെ സാധനം തരുന്ന. ഇത് ഇപ്പൊ ഒന്നാം സ്ഥാനമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. വാഷിംഗ് മെഷീനാണ്. അതിന്റെ വാഷിംഗ് മെഷീന് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ തന്നെ നിക്ഷാനിൽ തന്നെ പോയി വാങ്ങേണ്ടതാണ്. അതിന്റെ കൂപ്പൺ നമ്മൾ ഏൽപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഒരു കയ്യടി. 311 ഒന്ന് എഴുതി കഴിഞ്ഞു. അടുത്ത ഒരു കുഞ്ഞു മുളുവ. രണ്ടാമത്തെ സമ്മാനമാണ്. ആ ബുക്കെല്ലാം നോക്കാൻ റെഡിയാക്കാം. ഓക്കെ. 272 ബുക്ക് നമ്പർ 6. ബുക്ക് നമ്പർ 6. രാജേഷ് എം കെ പുതിയ പുരയിൽ. 9645042251. നല്ല അടിപൊളി മിക്സിയാണ്. പിന്നെ ഭാഗ്യം വരുന്ന വഴി കണ്ട. നമ്മളിവിടുന്ന് ഒച്ചപ്പാടല്ലാക്കോ, നമ്മള് വേറൊന്നും വരുന്നില്ല. താങ്ക് യു. ബുക്ക് മിസ്സായി. അടുത്ത ആള് വാ. നല്ല കലക്കി കുലക്കി ഒന്ന് കുത്തിയ. അല്ല നിലത്തെ വീണ്ട. അല്ല അതിലെടുത്ത. 473. 9ാമത്തെ ബുക്കായിരിക്കും. അല്ല 8ാമത്തെ ബുക്ക്. ഓ 473. 473. ഇതിൽ എഴുതണേ 473. പെണ്ണ്
ഒന്നും കൂടി തന്നു. രാജീവൻ കെ. അല്ല, ഒരു മിനിറ്റ്. എത്ര? 473. രാജീവൻ കെ. ഫോൺ നമ്പർ 9497191447. ഓക്കെ. ഓക്കെ. ഈ ബുക്ക് മിസ്സായി പോലെ. ആ, ഉണ്ട്. ഇത് 3 സമ്മാനം ഇനിയുണ്ട്. ആരും പോലെ. അടുത്ത 3 വരെ ഇല്ല. ഇനി 4ാം സമ്മാനം. ഇത്ര 4ാം സമ്മാനം. അതാ മോനെ. 610 610 610. ശശിധരൻ 610 അല്ലേ നമ്പർ പറഞ്ഞേ? അല്ലേ? ശശിധരൻ PV. അഷിദാസ് ശശിധരൻ അല്ല, ശശിധരൻ PV. അനീഷിന്റെ ഭാഗത്ത് അല്ല, ദിവാനാട്ടിന്റെ ഭാഗത്താ. 410 4ാം ഗ്രൂപ്പിൽ. ശശിധരൻ PV അഷിദാസ്. ഓക്കെ, ഇവിടെ ഉണ്ട്. ആരും കൊണ്ട് അവരെ. ഓക്കെ, അപ്പൊ 4ആയി. ഇനി 5ാം സ്ഥാനം ഗാലന്റിന്. 5ാം സ്ഥാനം 2 ഉണ്ട്. എടുക്കാത്ത ആള്. 5ാം സ്ഥാനമാണ്. നല്ല അടിപൊളി മുണ്ടും ഷർട്ടുമാണ്. 2 പേർക്കുണ്ട്. 5ാം സ്ഥാനം 2 പേർക്ക് കൊടുക്കണം. 512 512 512. ഓക്കെ. ബിന്ദു വിജയൻ ഐശ്വര്യ പേര്. വീട്ട് നമ്പർ 436. ബിന്ദു വിജയൻ ഐശ്വര്യ 9946002055. ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അവർക്ക് തരും. പേരെഴുതി വെച്ച. 5ാം സ്ഥാനം ഒരാൾക്ക് കൂടി ഉണ്ട്. ഗാലന്റ് ടൈലേഴ്സിന്റെ മുണ്ട് ഷർട്ടും. അല്ല, നോക്കാണ്ട് 271 271 271 ജയലളിത TK പുതിയപുരൈ. ഇതെന്തോ കൂടോത്രം ചെയ്ത പോലെയുണ്ട്. ഇതെന്താ ലോട്ടറി എടുക്കണ്ടേ? അടുത്ത 6ാം സമ്മാനം. 6ാം സമ്മാനം 470 470. പേര് ബോബി ഉപാസന 311 വീട്ടു നമ്പർ. ബോബി ഇവിടെ ഉണ്ടോ? ഉപാസന. ഓക്കെ, ഇതിലൊന്നും നോട്ട് ചെയ്ത ബോബി ഉപാസന. ഇനി എത്ര? ഇത് മാറ്റിക്കോ. ഇനി 7ാം സമ്മാനം. 7ാം സമ്മാനം. ഇനി സ്ത്രീകൾ വന്നോ? ഹലോ. മന്ത്രമെല്ലാം ജപിച്ചിട്ടാ എടുക്കുന്നത്. അതാ 476 476 470. അതേ ബുക്ക്. അശോകൻ മാസ്റ്റർ വീട്ടു നമ്പർ 317. അശോകൻ മാസ്റ്റർ. ആരെക്കൊണ്ടോ? അശോക മാസ്റ്റർ വീട്ടിലെ. അപ്പൊ എഴുതി വെച്ചോളൂ. ആപ്പ അതെ വാങ്ങിയിട്ട് കൊടുത്തോ. ആപ്പന് കൊടുത്തോ. ഇതായിട്ട് അശോക മാസ്റ്റർ സമ്മാനം. അല്ല, പട്ടുസാരി. എന്താ സംഭവം? പിന്നെ ഈ സമ്മാനം ആർക്കെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അവര് സെക്രട്ടറിയോ പ്രസിഡന്റിനോ സമീപിക്കണമെന്ന് സ്നേഹപൂർവ്വം ഉറപ്പിക്കുകയാണ്. ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷൻ 2024 നടത്തിയ ഓണാഘോഷ പരിപാടിയുടെ സമ്മാനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കഴിഞ്ഞ 11-ാം തീയതി മുതൽ ഇന്ന് വരെ വിവിധ സ്പോർട്സിലും എല്ലാ പരിപാടിയിലും പങ്കെടുത്ത എല്ലാവർക്കും
ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ നേരുന്നു. ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.